പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന പല ആളുകളും വരുത്തുന്ന കുറച്ച് ടാക്സ് സംബന്ധമായിട്ടുള്ള വീഴ്ചകളുണ്ട്. ഒന്ന്, പല ആളുകളും അവരുടെ ബിസിനസ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പരമായുള്ള കണക്കുകൾ വേർതിരിച്ചെടുക്കുന്നതിനും ടാക്സ് സംബന്ധമായ കാൽക്കുലേഷൻ നടത്തുന്നതിനും എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെന്റുകൾ കീപ്പ് ചെയ്യാതെ പോവുക. ഇൻവോയ്സുകൾ ആയിക്കോട്ടെ, എക്സ്പെൻസ് ബില്ലുകൾ ആയിക്കോട്ടെ, ഇതുകൊണ്ട് ഹ്യൂജ് ടാക്സ് ലയബിലിറ്റി വരികയാണ്. കാരണം എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യാൻ ഡോക്യുമെന്റ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരും. മൂന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റുകളിൽ ഇവർ GSTയോ ഇൻകം ടാക്സോ റിട്ടേണുകളോ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക. ഓൾമോസ്റ്റ് ഇവർ എപ്പോഴും ലേറ്റ് ഫീയും ഇൻട്രസ്റ്റും കൊടുത്തിട്ടാണ് പല ലീഗൽ കംപ്ലൈൻസുകളും മാനേജ് ചെയ്തു പോകുന്നത്. നാലാമത്തെ കേസിലേക്ക് വരുമ്പോൾ പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ട് ഏത് ബിസിനസ് ഘടനയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഹ്യൂജ് ടാക്സ് പോവുക. ചില ബിസിനസ്സുകൾ പ്രൊപ്പറേറ്റർഷിപ്പ് മതിയാവും, ചിലവർക്ക് LLP മതിയാവും, ചിലവർക്ക് പാർട്ണർഷിപ്പ് മതിയാവും. ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ഹൈ ടാക്സ് റേറ്റ് ഉള്ള ഘടനകളാണ് ഇവർ എന്ത് ചെയ്യുന്നത്, തുടക്കത്തിലേ തുടങ്ങുന്നത്. അഞ്ചാമത്തത്, വർഷാവസാനം മാത്രമാണ് ടാക്സിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നത്. വർഷാവസാനം ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ അവിടെ ലേറ്റ് ഫീ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാക്സ് കലണ്ടർ ഫോളോ ചെയ്യുക. ഈ പറയുന്ന 5 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും.